അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളെ സ്നേഹിക്കാത്ത മനുഷ്യന്മാരെ സ്നേഹിക്കുക. ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ആളുകളുടെ പുറകെ നടക്കാം, എന്നിട്ട് അവരിപ്പോൾ സ്നേഹിക്കും നാളെ സ്നേഹിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാം. അങ്ങനത്തെ ഒരു ബിഹേവിയർ പാറ്റേൺ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. ചൈൽഡ്ഹുഡ് മുതൽ നമ്മൾ കെയർ ഗിവേഴ്സായിട്ട്, അതായത് നമ്മളെ നോക്കുന്ന ആളുകളുമായിട്ട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്ന കെയർ ഗിവേഴ്സ്, നമ്മളെ നോക്കുന്നത് നമ്മുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ നോക്കുന്ന വേറെ ആരെങ്കിലും ഒരാളായിരിക്കാം. പെട്ടെന്ന് അവരുമായിട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കും. പിന്നെ ഈ ഒരു ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കാൻ തുടങ്ങുകയാണ്. സോ നിങ്ങളുടെ പാരൻസ് ഇമോഷണലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തവരാണ് എങ്കിൽ ആ ഒരു ഇമോഷണൽ അവൈലബിൾ അല്ലാത്ത പാരൻസിന്റെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു പാറ്റേൺ ആണ് പാരൻസിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം. അതിനുവേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വഴി അവരിപ്പം പ്രൈസ് ചെയ്യും, ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നൊരു തോന്നൽ നമ്മുടെ അടിമനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കാം. അപ്പോൾ ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് കൃത്യമായ ഇമോഷണൽ സപ്പോർട്ട് കിട്ടാതെ വരികയാണെങ്കിൽ ആ ഒരു സീക്ക് നിങ്ങളുടെ അടിമനസ്സിൽ കിടക്കുന്നുണ്ട്. അതൊരു നിങ്ങളുടെ ഒരു ബിഹേവിയർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരെപ്പോഴും ഇമോഷണലി അവൈലബിൾ അല്ലാത്ത പാർട്ട്നേഴ്സിനെയാണ് ലൈഫിലേക്ക് കൊണ്ടുവരിക. അതായത് ഇവർക്ക് ഇങ്ങനെ പിന്നാലെ നടക്കുന്നതാണ് അവരുടെ മൈൻഡിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സംഗതി. അവർക്ക് അതേ പറ്റുള്ളൂ. അവർ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ സ്നേഹിക്കാതെ ഇങ്ങനെ പിന്നാലെ നടത്തിപ്പിക്കുന്ന ആളുകളോട് അവർക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റും അട്രാക്ഷനും ഉണ്ടാകുന്നു. ബെയർ മിനിമത്തിൽ ഇത്തരം ആളുകൾ ഹാപ്പിയാവും. അതായത് 1 മാസം 6 മാസമൊക്കെ നിങ്ങളിങ്ങനെ സ്നേഹത്തിന്റെ ഒരു അനുഭവം തരാതെ, അല്ലെങ്കിൽ നിങ്ങളെ യാതൊരു മൈൻഡ് ചെയ്യാതെ നടക്കുന്ന വ്യക്തികളുടെ പുറകെ നിങ്ങൾ നടന്നിട്ട് ഒരു ദിവസം ഒരു ചെറിയ ഹായോ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ചിരിയോ ഒക്കെ കിട്ടുമ്പോഴേക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. ഇനി ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ കിട്ടാത്ത സംഗതി കിട്ടുന്നുണ്ട് എന്ന് മനസ്സിൽ വിശ്വസിക്കുകയാണ്. അതായത് ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല എങ്കിലും നിങ്ങളുടെ ഇമാജിനേഷൻ വേൾഡ് ഒരു ക്രിയേറ്റ് ആയിട്ട് അയാൾ എന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടാവും, അയാളുടെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും, അയാൾക്ക് എന്നെ ഇഷ്ടമായിരിക്കും, സ്നേഹിക്കുന്നുണ്ടാകും എന്നൊരു ഇതിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുപോവുകയാണ്. കാരണം നിങ്ങൾക്ക് ഈ ഇമോഷണൽ അവൈലബിലിറ്റി ഉള്ള ആളുകളായിട്ട് അവരെ വിട്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊരു മാനസികമായിട്ടുള്ള സ്ട്രഗിൾ ആണ്. ഇതിനെങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ പറ്റുമെന്നറിയോ? ഈ സംഗതിയെ നിങ്ങൾ തിരിച്ചറിയണം. ഇമോഷണലി അവൈലബിൾ അല്ലാത്ത മനുഷ്യന്മാർക്ക് പുറകെയുള്ള എൻ്റെ ഒരു വ്യക്തികളുടെ അന്വേഷണം, എനിക്ക് അവരോട് തോന്നുന്ന അറ്റാച്ച്മെന്റിനെ കുറിച്ച് എനിക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യണം. നിങ്ങളിങ്ങനെ പുറകെ നടക്കേണ്ടവരല്ല. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് കൊടുക്കുകയും വേണം, അത് കിട്ടുകയും വേണം, അല്ലേ? കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ അത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കിട്ടുക കൂടി വേണം. സോ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. അവരെ നിങ്ങൾ കണ്ടെത്താനും അതിനൊരു വാലിഡേഷൻ കൊടുക്കാനും നിങ്ങൾ ശ്രമിക്കണം. അവരുടെ സ്നേഹത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങളെ സ്നേഹിക്കാത്ത മനുഷ്യന്മാരെ പുറകെ പോകുന്നതിന് പകരം നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അവരുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരു വില ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണം. നിങ്ങൾ ഈ ഡിസ്റെസ്പെക്റ്റിനെയും സ്നേഹം തരാത്ത കാര്യങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതും അതിനെയൊക്കെ വളരെ നോർമലായിട്ട് കാണുന്നതിനും പുറകില്ല നിങ്ങളധികം സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആവരുത്. ബയർ മിനിമത്തിൽ ഹാപ്പി ആവേണ്ട ആളല്ല നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്നേഹവും നിങ്ങൾക്ക് അർഹിക്കുന്ന കൺസിഡറേഷനും കെയറും ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. സോ നിങ്ങൾ സ്നേഹിക്കാനും സെൽഫ് റെസ്പെക്ട് ചെയ്യാനും പഠിക്കണം. മറ്റൊന്ന്, നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളെ അവൈലബിൾ അല്ലാത്ത മനുഷ്യന്മാരിൽ നിന്നും വിട്ടു നീക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കണം. പതുക്കെ ഗ്രാജുവലി നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ പിന്നാലെ നടക്കേണ്ട ആളല്ല. റിലേഷൻഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ചാണ് നടക്കേണ്ടത്. സോ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. ഗിവിംഗ് മാത്രമായിട്ട് നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ മാറാതിരിക്കട്ടെ. താങ്ക് യു.